നമസ്കാരം. ലോകാനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദയവായി ഈ വീഡിയോ മുഴുവൻ കാണണം. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയാം. ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ ജനനത്തെയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ആരുടെ ഭാഗത്താണ് ന്യായം? എന്ത് തരം വംശീയ ചിന്തകളാണ് ഇങ്ങനെ മനുഷ്യകുലതയ്ക്ക് കാരണമാകുന്നത്? പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും അക്രമാസക്തവുമായ തർക്കങ്ങളിൽ ഒന്നാണ് ഇസ്രായേലും പലസ്തീൻ ജനതയും തമ്മിലുള്ള സംഘർഷം. അതിൻ്റെ ഉത്ഭവത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളും ഇസ്രായേലിൻ്റെ പ്രതികാര നടപടികളും അടിച്ചമർത്തലുകളും നടന്നിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ ഇന്തിഫാദകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഭാഗം ഭരിച്ചിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടൻ പലസ്തീൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അറബ് ഭൂരിപക്ഷവും ജൂത ന്യൂനപക്ഷവും മറ്റു വംശീയ വിഭാഗങ്ങളുമാണ് അന്ന് അവിടെ താമസിച്ചിരുന്നത്. ബാൽഫോർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്ന ഒരു തീരുമാനപ്രകാരം ജൂത ജനതയ്ക്കായി ഫലസ്തീനിൽ ഒരു രാഷ്ട്രീയ ഭവനം സ്ഥാപിക്കുന്നതിന് UK തത്വത്തിൽ സമ്മതിച്ചതോടെ ജൂത അറബ് സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഫലസ്തീനികൾ ഈ നീക്കത്തെ എതിർത്തു. അവിടെ ഇതിനകം താമസിക്കുന്ന പലസ്തീൻ അറബികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് ബ്രിട്ടീഷുകാർ അന്ന് പറഞ്ഞിരുന്നത്. 1920കൾക്കും 1940കൾക്കും ഇടയിൽ യൂറോപ്പിലെ പീഡനങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ജൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചു. അവരിൽ പലരും ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടത് ജൂതരുടെ സുരക്ഷിതമായ ഒരു അഭയസ്ഥാനത്തിനായുള്ള ആവശ്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകി. 1947 ജൂതന്മാർക്കും അറബികൾക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഐക്യരാഷ്ട്രസഭ പാലസ്തീനെ ഒരു പ്രത്യേക ജൂത അറബ് രാഷ്ട്രങ്ങളായി വിഭജിക്കാൻ വോട്ട് ചെയ്തു. അങ്ങനെ ജെറുസലേം ഒരു അന്താരാഷ്ട്ര നഗരമായി മാറും എന്നതുകൊണ്ട് ഒരു അറബ് രാഷ്ട്രവും ഇതിനെ പിന്തുണച്ചില്ല. ജനസംഖ്യ കുറവാണെങ്കിലും ജൂതന്മാർക്ക് കൂടുതൽ ഭൂമി നൽകുമെന്ന് അവർ വാദിച്ചു. 1948 മെയ് 14 ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറാനും പ്രശ്നം ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറാനും തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പലസ്തീനിലെ ജൂത നേതാക്കൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് 5 അറബ് രാഷ്ട്രങ്ങളുടെ സൈന്യം ഇസ്രായേലിനെ ആക്രമിച്ചു. എന്നാൽ 1949 യുദ്ധം അവസാനിച്ചപ്പോഴേക്കും ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നെയും ഇസ്രായേലിൻ്റെ കൈവശമായി. ഓരോ യുദ്ധത്തിന് ശേഷവും ഇസ്രായേൽ അവരുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കരാറുകൾ പ്രകാരം ഈജിപ്ത് ഗാസ മുൻപ് കൈവശപ്പെടുത്തി. ജോർദാൻ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും കൈയടക്കി. ഇസ്രായേൽ പടിഞ്ഞാറൻ ജെറുസലേം തങ്ങളുടെ അധീനത്തിലാക്കി. അതോടെ ഏകദേശം 7,50,000 ഫലസ്തീനികൾ ഇസ്രായേലായി മാറിയ ഭൂമിയിലെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒടുവിൽ അഭയാർത്ഥികളായി. തുടർന്നുള്ള വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജൂതന്മാരും രാജ്യം വിട്ടു, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു. അവരിൽ പലരും ഇസ്രായേലിലേക്ക് പോയി. 6 ദിവസത്തെ യുദ്ധം എന്നറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ അതിർത്തികളെ മാറ്റിമറിക്കുകയും ഫലസ്തീനികളുടെ മേൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈജിപ്തിൻ്റെയും സിറിയയുടെയും ആക്രമണം ഭയന്ന് ഇസ്രായേൽ ഈജിപ്തിൻ്റെ വ്യോമസേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതോടെയാണ് ഇതിൻ്റെ ആരംഭം. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നിവരുമായിട്ടാണ് യുദ്ധം ചെയ്തത്. പോരാട്ടം അവസാനിപ്പിച്ചപ്പോഴേക്കും ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് സിനായ് ഉപദ്വീപും ഗാസയും, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും, ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തിരുന്നു. 1979 ഇസ്രായേൽ ഈജിപ്തുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും സീനായി അവർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു.
കിഴക്കൻ ജെറുസലേമും ഗോലാൻ കുന്നുകളും ഇസ്രായേലിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭൂരിഭാഗവും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേലിനും ജോർദാൻ നദിക്കും ഇടയിലുള്ള വെസ്റ്റ് ബാങ്ക് ഏകദേശം 30 ലക്ഷം ഫലസ്തീനികളുടെ വാസസ്ഥലമാണ്. കിഴക്കൻ ജെറുസലേം, ഗാസ എന്നിവയ്ക്കൊപ്പം അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നതിൻ്റെ ഭാഗമാണിത്. വെസ്റ്റ് ബാങ്ക്, ഗാസ, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ ഏകദേശം 10 ലക്ഷം പാലസ്തീനികൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി. ഈ പ്രദേശങ്ങളിലെ ഇസ്രായേലിൻ്റെ അധിനിവേശം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിനും ജോർദാൻ നദിക്ക് ഇടയിലുള്ള വെസ്റ്റ് ബാങ്ക് ഏകദേശം 30 ലക്ഷം പലസ്തീനികളുടെ വാസസ്ഥലമാണ്. കിഴക്കൻ ജെറുസലേം, ഗാസ എന്നിവയ്ക്കൊപ്പം അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നതിൻ്റെ ഭാഗമാണിത്. കൂടാതെ അന്താരാഷ്ട്ര സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയുള്ള ഭാവിയിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഭാഗമാകാനും അവരാഗ്രഹിക്കുന്നു. വെസ്റ്റ് ബാങ്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും ഇസ്രായേലിനാണ്. എന്നാൽ 1990 മുതൽ ഫലസ്തീൻ അതോറിറ്റി എന്നറിയപ്പെടുന്ന ഒരു പലസ്തീൻ സർക്കാരാണ് അതിൻ്റെ മിക്ക പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറുസലേമിലുമായി ഏകദേശം 150 ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളുണ്ട്. അവയിൽ ഏകദേശം 7 ലക്ഷം ജൂതന്മാർ താമസിക്കുന്നു. എല്ലാ ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളും നീക്കം ചെയ്യണമെന്നാണ് പലസ്തീനികൾ ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം അവ നിയമവിരുദ്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ സർക്കാർ ഇതിനോട് യോജിക്കുന്നില്ല. ഏറ്റവും വലിയ വാസസ്ഥലങ്ങൾ പോലും സ്ഥിരമാണെന്നും എല്ലാ വാസസ്ഥലങ്ങളും അതിൻ്റെ ചരിത്രപരമായ അവകാശങ്ങളിൽ വേരൂന്നിയതാണെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. ഇവരൊക്കെ പറയുന്ന ചരിത്രങ്ങൾ പലപ്പോഴും കെട്ടുകഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. ഫലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം ഉണ്ടാകാനുള്ള അവകാശത്തെ അവർ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ മാതൃരാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. 2022 അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ സർക്കാർ കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടി ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് അവർ പറയുന്നത്. 2024 ജൂലൈ ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതിയായ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു. ഇസ്രായേൽ എല്ലാ കുടിയേറ്റക്കാരെയും പിൻവലിക്കണമെന്നും വംശീയതയെയും വർണ്ണവിവേചനത്തെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനമാണിതെന്നും വിധിയിൽ പറയുന്നു. എന്നാൽ ഇസ്രായേൽ ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായി അവകാശപ്പെട്ട് ആ വിധിയെ മാനിക്കുന്നേയില്ല. പടിഞ്ഞാറൻ ജെറുസലേമിൻ്റെ നിയന്ത്രണം ഇതിനകം തന്നെ ഏറ്റെടുത്തിരുന്ന ഇസ്രായേൽ 1967 യുദ്ധത്തിൽ കിഴക്കൻ ജെറുസലേം പിടിച്ചടക്കുകയും പിന്നീട് മുഴുവൻ നഗരത്തെയും സ്ഥിരം തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജെറുസലേമിനെ വിഭജിക്കാൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായി കിഴക്കൻ ജെറുസലേമിൽ പലസ്തീനികൾ അവകാശവാദം ഉന്നയിക്കുന്നു. കിഴക്കൻ ജെറുസലേമിൻ്റെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പലസ്തീൻകാരാണ്. ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. മുസ്ലിങ്ങൾക്ക് അൽ അഖ്സ മസ്ജിദ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹറാം അൽ ഷെരീഫ് എന്നും ജൂതന്മാർക്ക് ടെമ്പിൾ മൗണ്ട് എന്നും അറിയപ്പെടുന്ന ഏറ്റവും വലിയ പുണ്യസ്ഥലം കിഴക്കൻ ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയും മിക്ക അന്താരാഷ്ട്ര അഭിപ്രായങ്ങളും കിഴക്കൻ ജെറുസലേമിനെ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഫലസ്തീൻ ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇസ്രായേൽ, ഈജിപ്ത്, മെഡിറ്ററേനിയൻ കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഗാസ മുനമ്പ്. ഇതിന് 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുണ്ട്. ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഇത് ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റവും പുതിയ യുദ്ധത്തിന് മുമ്പ് തന്നെ ഗാസ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുകളിൽ ഒന്നായിരുന്നു. നിരവധി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഇന്നും ജീവിക്കുന്നത്. 1948 മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ ഫലമായി ഈജിപ്ത് ഗാസ പിടിച്ചടക്കിയപ്പോഴാണ് ഗാസയുടെ അതിർത്തികൾ നിർണയിച്ചത്. 1967 യുദ്ധത്തിൽ ഈജിപ്തിനെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ഇസ്രായേൽ മുനമ്പ് കൈവശപ്പെടുത്തുകയും ചെയ്തു.
അവർ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഗാസയിലെ പലസ്തീൻ ജനതയെ സൈനിക ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ നിയന്ത്രണം കാരണം ഐക്യരാഷ്ട്രസഭ ഇപ്പോഴും ഗാസയെ ഇസ്രായേൽ അധിനിവേശ പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത്. 2006 നടന്ന പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും അടുത്ത വർഷം നടന്ന രൂക്ഷമായ പോരാട്ടത്തിനൊടുവിൽ എതിരാളികളെ പ്രദേശത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് മറുപടിയായി ഇസ്രായേൽ ഈജിപ്തും ഉപരോധം ഏർപ്പെടുത്തി. പ്രദേശത്തേക്ക് അനുവദനീയമായതിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുമായി. 2008, 2009, 2012, 2014 വർഷങ്ങളിലേത് ഉൾപ്പെടെ ഹമാസും ഇസ്രായേലും നിരവധി തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2021 മെയ് മാസത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം 11 ദിവസങ്ങൾക്ക് ശേഷം വെടിനിർത്തലിൽ അവസാനിച്ചു. ഓരോ ഘട്ട പോരാട്ടത്തിലും ഇരുവശത്തും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഗാസയിലെ പലസ്തീനികളായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് പോരാളികൾ ഗാസയിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇത് ഗാസയിൽ വൻതോതിലുള്ള ഇസ്രായേലി സൈനിക ആക്രമണത്തിന് തുടക്കമിട്ടു. ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 46,700-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് ഒരു വർഷം തികയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഭയാനകമായ മനുഷ്യക്കുരുതി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രഖ്യാപനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏജൻസികൾ ഒപ്പുവെച്ചു. 2025 ജനുവരിയിൽ 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലും ഹമാസും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കാനുമുള്ള ഒരു കരാറിൽ ഒപ്പിട്ടു. 2024 മെയ് മാസത്തിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ 193 അംഗങ്ങളിൽ 143 പേരും പലസ്തീന് പൂർണ്ണ UN അംഗത്വത്തിലുള്ള ശ്രമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇതിന് സ്ഥിരം നിരീക്ഷക രാഷ്ട്രം എന്ന ഔദ്യോഗിക പദവിയുമുണ്ട്. എന്നാൽ അത് വോട്ടവകാശം നൽകുന്നില്ല. ചില യൂറോപ്യൻ രാജ്യങ്ങളും US-ഉം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുമില്ല. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിനുള്ള ദീർഘകാല രാഷ്ട്രീയ പരിഹാരത്തിൻ്റെ ഭാഗമായി മാത്രമേ അങ്ങനെ ചെയ്യൂ എന്നാണ് അവർ പറയുന്നത്. ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥികളായി രജിസ്റ്റർ ചെയ്ത ഏകദേശം 5.9 ദശലക്ഷം പലസ്തീനികൾ ലോകത്തുണ്ട്. 1948-49 മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേലായി മാറിയ ഭൂമിയിലേക്ക് പലായനം ചെയ്തോ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടതോ ആയ പലസ്തീനികളുടെ പിൻഗാമികളാണവർ. ജോർദാൻ, ഗാസ, വെസ്റ്റ് ബാങ്ക്, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിലാണ് ഭൂരിഭാഗവും താമസിക്കുന്നത്. അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാനുള്ള അവകാശത്തിൽ പാലസ്തീനികൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഇതിനെ എതിർക്കുന്നു. ഇസ്രായേലിനും പലസ്തീനികൾക്കും ഇടയിലുള്ള സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര പിന്തുണയുള്ള ഒരു ഫോർമുലയാണ് ദ്വിരാഷ്ട്ര പരിഹാരം. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമാണ് നിർദ്ദേശിക്കുന്നത്. ഇസ്രായേലിനൊപ്പം ഇതും നിലനിൽക്കും. ഈ രാഷ്ട്ര പരിഹാരത്തെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. പലസ്തീനുമായുള്ള ചർച്ചകളുടെ ഫലമായിരിക്കണം ഏതൊരു അന്തിമ ഒത്തുതീർപ്പും എന്നും രാഷ്ട്രപദവി ഒരു മുൻ വ്യവസ്ഥയാകരുതെന്നും അവർ പറയുന്നു. പലസ്തീൻ അതോറിറ്റി ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുമ്പോൾ പക്ഷേ ഹമാസ് അതിനെ പിന്തുണയ്ക്കുന്നില്ല. അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാനുള്ള അവകാശം നൽകിയാൽ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാതെ 1967 യഥാർത്ഥ അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇടക്കാല പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാൻ കഴിയുമെന്നാണ് ഹമാസ് പറയുന്നത്. സംഘർഷം പരിഹരിക്കാനുള്ള മുൻ ശ്രമങ്ങൾക്കിടെ 1993 ഇസ്രായേലും പലസ്തീൻ നേതാക്കളും ഓസ്ലോ സമാധാന ഉടമ്പടി എന്ന പേരിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. സമാധാന ചർച്ചകൾക്കുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നതിനായിരുന്നു ഇത് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇരു കക്ഷികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നതോടെ ചർച്ചകൾ അലസി. സത്യത്തിൽ ഇപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഇത് കാണുന്നവർക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. ഓരോ നാടിൻ്റെയും ഗതികേടാണ് ആ നാടിനെ നയിക്കുന്നവരുടെ അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ. അത് ആ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം കൂടിയായി കണക്കാക്കാൻ കഴിയില്ല. അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്
അവിടങ്ങളിലെ മനുഷ്യരൊന്നാകെയാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഗോത്രകാല കെട്ടുകഥകളിൽ തൂങ്ങി ഉന്മൂലന സിദ്ധാന്തങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.